കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വെട്ടിക്കവല മഹാക്ഷേത്രങ്ങൾ കേരളീയ വാസ്തുവിദ്യയുടെയും ആത്മീയ പാരമ്പര്യത്തിന്റെയും ഉജ്ജ്വലമായ ഒരു പ്രതീകമാണ്. ഒരേ വളപ്പിൽ തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്ന മഹാദേവനും മഹാവിഷ്ണുവും ഈ ക്ഷേത്ര സമുച്ചയത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. എന്നാൽ ഈ പുണ്യഭൂമിയെ ഭക്തരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന മറ്റൊരു സവിശേഷതയുണ്ട്. അവിടുത്തെ ഉപദേവതയായ വാതുക്കൽ ഞാലിക്കുഞ്ഞ്. ഒരു പിടി കരിവളകളുടെയും കളിത്തൊട്ടിലുകളുടെയും ഓർമ്മകൾക്കൊപ്പം ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കുടികൊള്ളുന്ന ഒരു ദിവ്യ സങ്കല്പം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രം വെട്ടിമരത്തിന്റെ ചുവട്ടിൽ നിന്ന് കണ്ടെത്തിയ ശിവലിംഗത്തിന്റെ ഐതിഹ്യം മുതൽ കണ്ണീർ കഥകൾ പേറുന്ന ഞാലിക്കുഞ്ഞിന്റെ ചരിത്രം വരെ ആഴമേറിയ ഒരനുഭവമാണ് ഓരോ തീർത്ഥാടകനും നൽകുന്നത്. വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ സങ്കേതത്തിൽ ശിവനും വിഷ്ണുവിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ഈ ക്ഷേത്ര സമുച്ചയം മേലൂട്ട് ക്ഷേത്രമെന്നും കീഴൂട്ട് ക്ഷേത്രമെന്നും രണ്ടായി അറിയപ്പെടുന്നു. ബാലാവതാര പ്രതിഷ്ഠയായ കുഞ്ഞിന്റെ പാലും പഴവും പഞ്ചസാരയും നേദിക്കുന്നതാണ്. പിന്നെ അതിന്റെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ പാവ, കരിവള, തൊട്ടില്, ഇതൊക്കെയാണ് അതിന്റെ ഇത് കൊടുക്കുന്നത്. സങ്കല്പം ഇത് ഒരു കുഞ്ഞിനെ ഈ താഴ്ന്ന വർഗത്തിലുള്ള ഒരു ഉയർന്ന നിലയുള്ള കൊച്ചിനെ താഴ്ന്ന നിലയിലൊരു ഒരാളുടെ അടുത്ത് വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിനെ എടുത്ത് വളർത്തി. അപ്പോൾ ഒരു പണിക്ക് താഴ്ന്നയായിരിക്കാനാണ് അവർ പണിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ അവിടെ തൊട്ടിൽ കെട്ടി അവിടെ ഇട്ട് ഈ കുഞ്ഞ് തൊട്ടിലങ്ങളുടെ വീണ് മരിക്കുകയാണ്. മേൽഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മേലൂട്ട് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ പരമശിവനാണ്. ഇവിടെ ഭഗവാൻ ജ്യോതിർലിംഗ മൃത്യുഞ്ജയമൂർത്തി ഭാവത്തിൽ ഭക്തരുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ച് ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നൽകി കുടികൊള്ളുന്നു. ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക ഐതിഹ്യമുണ്ട്. വേട്ടുവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ കിഴങ്ങ് പറിക്കുന്നതിനിടെ വെട്ടിമരത്തിന്റെ ചുവട്ടിൽ വെച്ച് കല്ലിൽ, അതായത് ശിവലിംഗത്തിൽ തട്ടുകയും അപ്പോൾ അതിൽ നിന്ന് ചോര പൊടിയുകയും ചെയ്തു. ഈ ദിവ്യ ചൈതന്യം കണ്ടെത്തിയ സ്ഥലത്താണ് പിന്നീട് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് വെട്ടിക്കവല എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. ശിവൻ ഇവിടെ വൃത്താകാരത്തിലുള്ള വട്ട ശ്രീകോവിലാണ് കിഴക്കോട്ട് ദർശനമായി ആരാധിക്കപ്പെടുന്നത്. താഴവൺ മഠത്തിനാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാവകാശം. ധാര, ചതുശതം, കൂവളമാല, ശംഖാഭിഷേകം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മേലൂട്ട് ക്ഷേത്രത്തിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന കീഴൂട്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ദ്വാദശ നാമമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ ഐശ്വര്യവും സമൃദ്ധിയും നൽകി ഭക്തരെ അനുഗ്രഹിക്കുന്നു. ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിലെ മഹാദേവന്മാർക്കൊപ്പം സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് വാണരുളുന്ന ലോകത്തിലെ തന്നെ ഏക ബാലാവതാര പ്രതിഷ്ഠയാണ് വെട്ടിക്കവല വാതുക്കൽ ഞാലിക്കുഞ്ഞ്. വാതുക്കൽ ഞാലിക്കുഞ്ഞിന് ദേശാന്തരങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ വെട്ടിക്കവലയിൽ എത്തിച്ചേർന്ന് സമർപ്പിക്കുന്ന അത്യപൂർവ വഴിപാടാണ് സമൂഹ പാൽപ്പൊങ്കാല. എല്ലാ ദിവസവും ഉച്ചശിവേലിക്ക് ശേഷം മേലുട്ടമ്പലത്തിലെ അരങ്ങത്തെന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകമായി കുഞ്ഞിന് എല്ലാ ദിവസവും പാലും പഴവും നിവേദ്യമുള്ളതാണ്. ചതുരാകൃതിയിലുള്ള 2 നിലയിലുള്ള ശ്രീകോവിലാണ് വിഷ്ണുവിന്. കിഴക്കോട്ടാണ് ദർശനം. ആദിശമംഗലം നമ്പൂതിരിയാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി. പാൽപ്പായസം, കദളിപ്പഴം, വെണ്ണ, കളഭാഭിഷേകം, തുളസിമാല എന്നിവയാണ് വിഷ്ണുവിൻ്റെ ഇഷ്ടവഴിപാടുകൾ. ഐതിഹ്യമനുസരിച്ച് ശിവനും വിഷ്ണുവും ഇതുവഴി പോകുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ശാന്തതയിൽ മതിമയങ്ങുകയും വിശ്രമിക്കാൻ പറ്റിയ ഇടം കണ്ടെത്താനായി യഥാക്രമം തങ്ങളുടെ സേവകരായ ഭൂതത്താനെയും അക്കരത്തേവരെയും നിയോഗിക്കുകയും ചെയ്തു. ഇരുവരും കണ്ടെത്തിയ സ്ഥലത്ത് ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു എന്നാണ് വിശ്വാസം. അതിനാൽ 2 ക്ഷേത്രങ്ങൾക്കും പ്രത്യേകമായി കൊടിമരവും ബലിക്കല്ലുമുണ്ട്. കൃഷ്ണപക്ഷത്തിലെ സപ്തമി നാളില് നമ്മൾ ഈ പൊങ്കാല സമർപ്പണം ഉത്തമമായിരിക്കുമെന്ന് തെളിയുകയും അന്ന് മുതലാണ് നമ്മുടെ വരുന്ന ക്ഷേത്ര ഉപദേശക സമിതി വളരെ വിപുലമായ രീതിയിൽ ഈ വാതുക്കൽ ഞാലിക്കുഞ്ഞിന് മറ്റു പൊങ്കാലകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ആചാര്യന്റെ നിർദ്ദേശപ്രകാരം, ആ ആചാര്യൻ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം, മന്ത്രങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളെ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ ഉപദേവതയായ വാതുക്കൽ ഞാലിക്കുഞ്ഞിന്റെ സങ്കല്പവും ഐതിഹ്യവുമാണ്. ഇതൊരു സാധാരണ ദേവീ സങ്കല്പമല്ല, മറിച്ച് അകാലത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ ദിവ്യ ചൈതന്യമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ഞാലിക്കുഞ്ഞിന്റെ കഥ ഏതൊരാളുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്.
കഥ തുടങ്ങുന്നത് വെട്ടിക്കവലയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. അനുജനായ നമ്പൂതിരി വിവാഹിതനായെങ്കിലും അധികം വൈകാതെ അദ്ദേഹം മരിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അന്തർജനത്തിന്റെ ഭർതൃ സഹോദരൻ അവരുടേത് അവിഹിത ഗർഭമെന്ന് ആരോപിച്ചു. സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആ സാധു സ്ത്രീയെ മഠത്തിൽ നിന്ന് പുറത്താക്കി. പൊതുവഴിയിൽ അലഞ്ഞു തിരിഞ്ഞ അവർ ഒരു പാടവരമ്പിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ പാടവരമ്പത്ത് ഉപേക്ഷിച്ച ശേഷം ആ മാതൃത്വം തനിക്ക് നൽകിയ ദുരിതത്തിൽ മനംനൊന്ത് അവർ അടുത്തുള്ള കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. തേജസ്സുറ്റ ആ നവജാത ശിശുവിനെ അതുവഴി വന്ന ഒരു ഊരാളി, അതായത് വേട്ടുവ സമുദായത്തിൽപ്പെട്ടയാൾ കണ്ടെടുത്ത് വാത്സല്യത്തോടെ വളർത്തി. അയാൾക്ക് ആ കുഞ്ഞ് അപ്പൂപ്പൻ എന്ന് പേരിട്ട് വിളിച്ചിരുന്നത്രേ. ഊരാളി ജോലിക്ക് പോകുമ്പോൾ പാലും പഴവും നൽകി കുഞ്ഞിനെ ഒരു ഊഞ്ഞാലിൽ കിടത്തി ഉറക്കുക പതിവായിരുന്നു. ദുരന്തം അവിടെയും ആ കുഞ്ഞിനെ പിന്തുടർന്നു. ഒരു ദിവസം ഊഞ്ഞാലാടിക്കിടന്ന കുഞ്ഞിന്റെ കഴുത്തിൽ ഊഞ്ഞാലിന്റെ വള്ളി ഞെരിഞ്ഞമരുകയും ആ കുരുക്കിൽപ്പെട്ട് കുഞ്ഞ് മരിക്കുകയും ഊഞ്ഞാൽ വള്ളിയിൽ ഞെരിഞ്ഞു മരിച്ച ഈ കുഞ്ഞാണ് പിന്നീട് വാതുക്കൽ ഞാലിക്കുഞ്ഞെന്ന പേരിൽ ദിവ്യ ചൈതന്യമായി മാറിയതെന്നുമാണ് ഐതിഹ്യം. ഊഞ്ഞാൽ കെട്ടിയ മാടത്തിന്റെ വാതിലിൽ വെച്ച് മരിച്ചതിനാലാണ് ഈ പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. വാതുക്കൽ ഞാലിക്കുഞ്ഞു ദേവിയുടെ ഹൃദയഭേദകമായ ഐതിഹ്യം കാരണം പ്രധാനമായും കുട്ടികളുടെ സംരക്ഷണത്തിനും സന്താനലബ്ധിക്കും വേണ്ടിയാണ് ഭക്തർ ഇവിടെ വഴിപാടുകൾ സമർപ്പിക്കുന്നത്. എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ്. ഞങ്ങൾ ഇങ്ങനെ മാസത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് പോവാറുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര വിശ്വാസമാണ്. പൊങ്കാല തുടങ്ങിയ സമയം മുതൽ വീട്ടിൽ നിന്ന് എല്ലാവരും വരികയും പൊങ്കാല ഇടുകയും ഞങ്ങൾക്ക് അത്രയ്ക്കും വിശ്വാസമാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി എല്ലാവരും വന്ന് തൊട്ടിൽ നേർച്ച പറയുകയും മേടിച്ചു വെക്കുകയും കുഞ്ഞിൻ്റെ അടുത്ത് വന്ന കാര്യങ്ങളെല്ലാം സങ്കല്പിച്ച് പറഞ്ഞിട്ട് പോയി കഴിയുന്നവർക്ക് മിക്കവാറും കൂടുതൽ പേർക്ക് അപ്പോഴേ കുഞ്ഞുങ്ങളും ഉണ്ടാവുകയും. കരിവള, കളിപ്പാവകൾ, ചെറിയ തൊട്ടിലുകൾ, പാൽ, പഴം, എണ്ണ എന്നിവയാണ് പ്രധാനമായി സമർപ്പിക്കുന്ന വഴിപാടുകൾ. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സൽസന്താന ഭാഗ്യത്തിനായി ഇവിടെ നേർച്ച നേരുന്ന പതിവുമുണ്ട്. കൂടാതെ ശിശുക്കൾക്കുണ്ടാവുന്ന രോഗങ്ങളും ബാലാരിഷ്ടതകളും മാറിക്കിട്ടാൻ വേണ്ടിയും ഭക്തർ ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നു. നമസ്കാര മണ്ഡപത്തിലാണ് ഞാലിക്കുഞ്ഞു ദേവിയുടെ പ്രതിഷ്ഠയുള്ളത്. നാലമ്പലത്തിനുള്ളിൽ കുന്നുകൂടി കിടക്കുന്ന കരിവളകളും പാവകളും ഈ ദേവതയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് വിളിച്ചോതുന്നു. കൂടാതെ ആ കുഞ്ഞിനെ വളർത്തിയ ഊരാളിയായ അപ്പൂപ്പനും ക്ഷേത്രത്തിൽ ഉപദേവതയായി സ്ഥാനം നൽകിയിട്ടുണ്ട്. കേരളീയ വാസ്തുവിദ്യയുടെ എല്ലാ സവിശേഷതകളോടും കൂടിയാണ് ഈ ക്ഷേത്ര സമുച്ചയം പണികഴിപ്പിച്ചിരിക്കുന്നത്. വിശാലമായ ക്ഷേത്രഗോപുരങ്ങൾ, 4 അമ്പലങ്ങൾ, ബലിക്കൽപ്പുരകൾ, ദാരുശില്പങ്ങൾ നിറഞ്ഞ നമസ്കാര മണ്ഡപങ്ങൾ, കൂത്തമ്പലം, മണിക്കിണർ, പെരുങ്കുളം എന്നിവയെല്ലാം ഭക്തരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ ഓർമ്മിപ്പിക്കുന്ന ശില്പവേലകൾ തീർത്ഥാടകർക്ക് ദൃശ്യവിരുന്നൊരുക്കുന്നു. വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിൽ മുഖ്യപ്രതിഷ്ഠകൾക്ക് പുറമെ നിരവധി ഉപദേവതകളെയും ആരാധിക്കുന്നു. ഗണപതി, ധർമ്മശാസ്താവ്, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരാണ് പ്രധാന ഉപദേവതകൾ. വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളുടെ ചരിത്രം തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടുകൂടി കിടക്കുന്നു. ആദ്യകാലത്ത് ഈ ക്ഷേത്രം കൊട്ടാരക്കര രാജാക്കന്മാരുടെ കീഴിലായിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും ആത്മീയതയുടെയും സമ്മിശ്രഭാവമാണ് വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നത്. ദുരന്തം പേറിയ വാതുക്കൽ ഞാലിക്കുഞ്ഞ് അമ്മമാരുടെ കരിവളകൾ ഏറ്റുവാങ്ങി ബാലാരിഷ്ടതകൾ മാറ്റിയും സന്താന സൗഭാഗ്യം നൽകിയും അവിടെ വാത്സല്യത്തോടെ കുടികൊള്ളുമ്പോൾ മഹാദേവനും മഹാവിഷ്ണുവും ഭക്തർക്ക് തുല്യമായി അനുഗ്രഹം ചൊരിയുന്നു. ഈ ക്ഷേത്രത്തിലെ ഓരോ പ്രതിഷ്ഠയും, ഓരോ ചടങ്ങും, ഓരോ കല്ലും ഒരു സങ്കടമോ ആഗ്രഹമോ പേറിയെത്തുന്ന ഭക്തന് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നു. വാതുക്കൽ ഞാലിക്കുഞ്ഞ് ദേവിയുടെ കളിത്തൊട്ടിൽ നേർച്ച പോലെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു ദിവ്യ സങ്കേതമാണ് വെട്ടിക്കവല മഹാക്ഷേത്രങ്ങൾ.